ഹായ് ഫ്രണ്ട്സ്, 2025 ചോദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആൻസർ ജഗദീപ് ധൻഖർ. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആൻസർ ശതവാഹനന്മാർ. കേരളത്തിന് അനുയോജ്യമായ എ കോളത്തിന് അനുയോജ്യമായ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് 1664. വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപനം 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് 1664. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഘട്ടന എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ. ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയുടെ കലാപം, കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദ ഭരണം ഏർപ്പെടുത്തുക എന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവ ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഇത് മൂന്നും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവയാണ്. പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരിയാണ് അഗസ്റ്റസ് സീസർ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് പമ്പ. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് രുദ്രസാഗർ തടാകം. സമയമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ് ആണ്. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാവൽക്കരണം. അപ്പോൾ ശിലാവൽക്കരണം എന്താണ്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മധ്യപ്രദേശിലാണ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1 സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ നൽകിയിട്ടുള്ള 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആൻസർ എ ആണ്. 1ഉം 3ഉമാണ്. അതായത് 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 2, 3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് 1975. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏത്? GST ലയിക്കപ്പെട്ട പ്രധാന കൃതികൾ എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉമാണ് GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതിയാണ് GST ലയിക്കപ്പെട്ട നികുതി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ എ ആണ്. 2ഉം 3ഉമാണ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ സി ആണ് ആൻസർ. അതായത് 1ഉം 3ഉമാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം ആൻസർ എന്ന് പറയുന്നത് യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിലെ ഒരു മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ
ആൻസർ സി ആണ് ആൻസർ. ബിയും സിയും ഡിയും ശരിയാണ്. കേന്ദ്ര സർക്കാർ 1976 42 ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആൻസർ അതിർത്തി നിർണയ കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 42 ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചേർത്തിരിക്കുന്നു. ശരിയായവ ഏത് എന്ന് വെച്ചാൽ ആൻസർ ബിയും ഡിയുമാണ് ശരിയായത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. അതേപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത് സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത് എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് അനുച്ഛേദം 243D. 243Dയിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആൻസർ സി ആണ്. BEG ആണ്. അതായത് മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹമോചനവും. അപ്പോൾ എന്തൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹമോചനം. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊടുത്ത വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്കയിൽ നിന്ന്, അവശിഷ്ട അധികാരം കാനഡയിൽ നിന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ എന്ന് പറയുന്നത് അയർലൻഡിൽ നിന്ന്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. പ്രധാന കമ്മീഷനും അതിന് പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. ഷാ കമ്മീഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഗ്രാൻവിൻ ഓസ്റ്റിൻ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണ്? ഗ്രാൻവിൻ ഓസ്റ്റിൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനുകളിൽ 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയെ വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരെക്കുറിച്ചാണ്? ജ്ഞാനേഷ് കുമാർ. താഴെ പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ 1, 3 ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് ബോൾഗാട്ടിയിലാണ്. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ആൻസർ ബി ആണ്. 1, 2, 4 ശരി. 1996 AK ആൻ്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകളായിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീശക്തി.
സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. മിഠായും വയോമിത്രം ശരിയാണ്. മിഠായി എന്താണ്? പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സീറം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് സീറം. മനുഷ്യരെ മാംസത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി. മനുഷ്യരെ മാംസത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ് ട്രിപ്സിൻ. മനുഷ്യരെ മാംസത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ട്രിപ്സിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. റൈബോഫ്ലാവിൻ ജീവകം B2. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? ആൻസർ മലമ്പനിയാണ്. പ്രോട്ടോസോവ ഇനത്തിൽപ്പെട്ട രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത് മലമ്പനിയാണ്. 2025 റംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഇപ്ക എന്തിനാണ്? ലോക വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനമാണ് ഡൽഹി. ഒരു വസ്തുവിൽ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ദ്രവ്യവുമായി ബന്ധമില്ല. ഒരു വസ്തുവിൽ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വസ്തുവിൻ്റെ ദ്രവ്യവുമായി ബന്ധമില്ല. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജ്ജം എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് E/4 ആണ്. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 kg ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? 10 kg ആണ്. മനുഷ്യനെ ബഹിരാകാശത്തെ അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഗഗൻയാൻ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 2, 3 ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിൻ്റെ വിവിധ ഐസോട്ടോപ്പുകളെ ആപേക്ഷികത ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12നാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിൻ്റെ വിവിധ ഐസോട്ടോപ്പുകൾ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12നാണ്. ചെരുമടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ ലാന്തനകളുടെ സങ്കരമാണ്. ചാൽക്കലോചനുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16 മൂലകങ്ങളാണ്. ഹാലജനുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 മൂലകമാണ്. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ എന്ന് പറയുന്നത് ലാന്തനൈഡുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ആൻസർ ബി ആണ് ശരിയായത്. 2 മാത്രം. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 വരെ പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1, 3 മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 മൂലകത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ ഒഗനസൺ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ്. എയും സിയുമാണ് തെറ്റായിട്ടുള്ളത്. എയും സിയും തെറ്റാണ്. ബിയും ഡിയും ശരിയാണ്. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു.
ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാളത്തിൻ ഭാഗത്തിൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ABD എന്നിവ ശരിയാണ്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, യാത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MTയുടെ ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണ്? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, യാത്രക്കാരി. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. അതേപോലെ തന്നെ മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. അപ്പോൾ മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, യാത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. 2026 നടന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ A, B, C എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. D ശരിയാണ്. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് D ആണ്. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ D ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി മൂന്നും ശരിയാണ്. ഒളിമ്പിക്സിലെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ഒരു മാത്സ് ക്വസ്റ്റ്യനാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ആൻസർ വരുന്നത് B ആണ്. ഈസ് ആണ് വരുന്നത്. ഐ ആം എ പോലീസ്മാൻ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ R&I ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഹൈ ടൈം ഡാഷ് സ്മോക്കിംഗ് ആണ്. ആൻസർ സ്റ്റോപ്ഡ് ആണ് വരുന്നത്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. ആൻസർ വിൽ ആണ് വരുന്നത്. ലെറ്റ്സ് നോട്ട് ഈൽ ഡാഷ് ടെംപ്റ്റേഷൻ. ആൻസർ C ആണ്. 2 ആണ്. ഈൽഡ് ടു. All the assignments should submit on time dash they will not be evaluated. Answer option B ആണ്. Otherwise you had better dash that music down before your dad gets angry. Answer turn ആണ് വരുന്നത്. She talks after her father. The phrasal verb takes after in the given sentence means resembles ആണ്. I write dash every day. B diary. DIARY. Synonym for the C's is answer stop ആണ്. പരിഭാഷപ്പെടുത്താൻ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ മനസാന്നിധ്യമാണ്. ഒറ്റപ്പദമാക്കുക. ജനകൻ്റെ മകൾ ആരാണ്? ജാനകിയാണ്. ജനകൻ്റെ മകൾ ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത് എന്ന് വെച്ചാൽ തയ്യാറാവുകയാണ്. ശരിയായ പദം എന്ന് വെച്ചാൽ യഥേഷ്ടമാണ്. എ ആണ് ആൻസർ. താഴെ പറയുന്നത് കാറ്റിൻ്റെ പര്യായപദം അല്ലാത്തത്. ആൻസർ അനലനാണ്. അപ്പോൾ പവനൻ, മാരുതൻ, അനിലൻ എന്നിവ കാറ്റിൻ്റെ പര്യായപദങ്ങളാണ്. അനിലൻ, പവനൻ, മാരുതൻ. ചേർത്തെഴുതുക. സത് പ്ലസ് ജനം എന്ന് പറയുന്നത് സഞ്ജനം. വിപരീത പദം എഴുതാനാണ് ചോദിച്ചത്. ഉഗ്രം, വിപരീതം ശാന്തമാണ്. പിരിച്ചെഴുതുന്ന നെന്മണി എന്ന് വെച്ചാൽ പിരിച്ചെഴുതുന്ന നെൽ പ്ലസ് മണിയാണ്. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏത് എന്ന് വെച്ചാൽ അലിംഗ ബഹുവചനമാണ്. സ്ത്രീലിംഗ പദം എഴുതാൻ ലേഖകൻ്റെ സ്ത്രീലിംഗ പദമാണ് ലേഖിക. ഇവയിലേതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? ഇനി അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കാണ്.